വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. അപ്പോൾ ബ്രൗസറിന് ജാവാസ്ക്രിപ്റ്റിൽ ബ്രൗസറിന്റെ ഒരു സ്ട്രക്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് പറയുന്ന പേരാണ് ഡോം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. DOM എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. നമ്മളൊരു HTML സ്ട്രക്ചർ ഉണ്ടല്ലോ, HTML കോഡ്. ഈ ഒരു HTML കോഡിന് ജാവാസ്ക്രിപ്റ്റിന്റെ കൺസെപ്റ്റിൽ പറയുന്ന പേരാണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ആ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു HTML ഫയലിനാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒബ്ജക്റ്റ് മോഡൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. അപ്പൊ ആ ഒരു ഡോമിലുള്ള ഓരോ ബട്ടൺസ് അല്ലെങ്കിൽ നമ്മൾ ഡിവ് അല്ലെങ്കിൽ ഇൻപുട്ട് എലമെന്റ് കാര്യങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാനും അതിന്റെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനും പറ്റും. അതിന്റെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യാം, അതിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിനൊക്കെ പറയുന്ന പേരാണ് ഡോം മാനിപ്പുലേഷൻ. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡോം മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഡോം ആക്സസ് ചെയ്തിട്ട് അതിനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുക, അതിനാണ് ഡോക്യുമെന്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡോം മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ യൂസേഴ്സിന് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പകരം ഞാനിവിടെ ഒരു ഇൻപുട്ട് ഇടാം. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഇട്ടു, അതിന് ഞാൻ ID കൊടുക്കുകയാണ്. കളർ എന്ന് പറഞ്ഞ ID കൊടുത്തു. വാല്യൂ ഞാനിപ്പോൾ തൽക്കാലം ഞാനിവിടെ ഹാർഡ് കോഡ് ചെയ്യാണ്. ഞാനിവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞ ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ട്. യൂസർ എൻട്രി ചെയ്യുന്നാൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് HTML ഉള്ള ഈ ഇൻപുട്ട് ടൈപ്പിന്റെ ഈ ഒരു വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണം. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡോം മാനിപ്പുലേഷൻ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. ഒരു ഡോക്യുമെന്റിലെ ഒരു ID ഉപയോഗിച്ച് നമുക്ക് ആ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു HTML ഓരോ എലമെന്റ് ആണ്. ഈ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്. അപ്പോൾ ആ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഉണ്ടാക്കാം. കോൺസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. ഗെറ്റ് എലമെന്റ് ഈ ക്യാപ്സ് കൊടുത്താണ്. ഇവിടെ ക്യാമൽ കേസ് ആണ്, B ക്യാമൽ കേസ് ആണ്, I ക്യാമൽ കേസ് ആണ്. എന്നിട്ട് അതൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ ഫംഗ്ഷനിലേക്ക് നമുക്ക് ID പാസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേര് കാണുന്നില്ല, ഈ ഫംഗ്ഷന്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഗെറ്റ് എലമെന്റ് ബൈ ID, ഒരു ID വെച്ചിട്ട് ഒരു എലമെന്റിനെ എടുക്കുക. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൺസെപ്റ്റിൽ രണ്ട് രീതിയിൽ നമുക്ക് ഒരു ആക്സസിങ് പറയാൻ പറ്റും. ഒന്ന് ഗെറ്റർ, പിന്നെ നമ്മൾ സെറ്റർ. നമ്മൾ ഗെറ്റ് ചെയ്യുക, എടുക്കുക, അതിന് പറയുന്ന പേരാണ് ഗെറ്റർ. പിന്നെ അതിലേക്ക് വാല്യൂ എന്തെങ്കിലും നമ്മൾ മാറ്റുക, അതിന് പറയുന്ന പേരാണ് സെറ്റർ. അപ്പോൾ അതൊരു ഗെറ്റർ ഫംഗ്ഷൻ ആണ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ID പാസ് ചെയ്ത് കൊടുക്കണ്ടേ. ഏത് ID വെച്ചിട്ടുള്ള എലമെന്റ് ആണ് എടുക്കേണ്ടത്? നമ്മളിവിടെ പറഞ്ഞ കളർ എന്നാണല്ലേ നമ്മൾ ID കൊടുത്തത്. നമ്മൾ HTML അതിനെ ID കളർ എന്നാണ് കൊടുത്തത്. അപ്പോൾ കളർ എന്നാണ് പാസ് ചെയ്തത്. അപ്പോൾ അത് എടുത്തിട്ട് ഈ വേരിയബിൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് എലമെന്റ് അല്ലേ, നേരത്തുള്ള കൺസോൾ ലോഗ് ഒക്കെ ഞാൻ കമന്റ് ചെയ്ത് വെക്കണം അവിടെ. അപ്പോൾ എലമെന്റ് കൺസോൾ ലോഗ് ചെയ്യണം, എന്താണ് വരുന്നത് നോക്കാം. ഞാൻ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എലമെന്റ് എക്സാക്ട് എലമെന്റ് നമ്മൾ ആ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ വാല്യൂ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ആ ഒരു ഇൻപുട്ട് ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് വന്നിട്ടുണ്ട്. app.json ലൈൻ നമ്പർ 76 ആണ്, കറക്റ്റ് ആണ്. 76 എന്നാണ് നമ്മൾ കൺസോൾ ലോഗ് ചെയ്തിട്ടുള്ളത്. ഇനി ആ എലമെന്റ് നമുക്ക് കിട്ടി. ആ എലമെന്റിൽ എന്താണ് വാല്യൂ ഉള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഒരു കളർ ഉണ്ടാക്കാം. കോൺസ്റ്റ് കളർ എന്താണ്? കളർ എന്ന് പറയുന്ന എലമെന്റിന്, ഓരോ എലമെന്റിനും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഫംഗ്ഷൻ. ഒന്ന് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ട്, വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, ഫംഗ്ഷൻ അല്ല, അത് പ്രോപ്പർട്ടിയാണ് വാല്യൂ. കളർ എന്ന് പറയുന്നത് എന്താണ്? ഈ എലമെന്റ്, നമ്മളൊരു എലമെന്റ് ഇവിടെ കണ്ടുപിടിച്ചു, ID പാസ് ചെയ്ത് എലമെന്റ് എടുത്തൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് ആ എലമെന്റ് ഡോട്ട് വാല്യൂ. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. എലമെന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡോട്ട് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുക. ഒരു എലമെന്റിന്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആക്സസ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യും. ആക്സസ് ചെയ്യുന്നതാണ് ഡോട്ട് ഇട്ടിട്ട് എലമെന്റ് ഡോട്ട് വാല്യൂ, കൺസോൾ ഡോട്ട് ലോഗ് എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ എലമെന്റ് ഡോട്ട് വാല്യൂ. ഇത് ഡയറക്റ്റ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എലമെന്റ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കാതെ ഡയറക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എലമെന്റ് നമ്മൾ കൺസോൾ ലോഗ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് HTML ആണ്. HTML ഉള്ള ഒരു എലമെന്റിന് എടുക്കുക, എന്നിട്ട് അതിന്റെ വാല്യൂ എടുക്കുക, ഡോട്ട് വാല്യൂ, അങ്ങനെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ കൺസോൾ ലോഗ് കളർ, കൺസോൾ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് എന്ന് പറയുന്ന കളർ നമുക്ക് കൺസോൾ ലോഗ് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമ്മൾ എലമെന്റ് ആണ് നമ്മളിവിടെ കൺസോൾ ലോഗ് ചെയ്യുന്നെങ്കിലോ, എലമെന്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. നമ്മൾ അത് ഇപ്പോൾ വീണ്ടും നമ്മൾ കൺസോൾ ലോഗ് ചെയ്യണമെങ്കിൽ അൺകോട്ട് റെഫറൻസർ എലമെന്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു വന്നു. ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല, അൺഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എറേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കൺസോൾ ലോഗ് നോക്കിക്കഴിഞ്ഞാൽ കൺസോളിന്റെ നിങ്ങൾക്ക് എറേഴ്സ് ഇവിടെ കാണാൻ പറ്റിയത്, ഏത് ലൈനാണ് എറർ വന്നതെന്നൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്താണ് എറർ? റെഫറൻസ് എറർ എന്ന്
വെച്ചാൽ അങ്ങനെ ഒരു വേരിയബിൾ ഇല്ല, അങ്ങനെ ഒരു വേരിയബിൾ കാണാൻ പറ്റുന്നില്ല. എലമെന്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, പ്രോപ്പർ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡീബഗ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കളർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, യൂസർ എൻ്റർ ചെയ്ത കളർ, അതായത് ഇപ്പോൾ ഹാർഡ് കോഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി ആ ഒരു കോഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടാം. നേരത്തെ നമ്മൾ വേരിയബിളിൽ ഹാർഡ് കോഡ് ചെയ്തായിരുന്നു, ഇപ്പം നമുക്ക് ആ ഒരു ഇൻപുട്ട് ടൈപ്പിൽ ഹാർഡ് കോഡ് ചെയ്താണ്. ഇനി ആ ഒരു വേരിയബിൾ ബേസ് ചെയ്തിട്ടുള്ള ഈ കോഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യു ലൈക്ക് ടു ഈറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, കാരണം ഓറഞ്ച് ആണ് അവിടെ. ഇനി HTML നമ്മൾ പോയിട്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് യെല്ലോ ആക്കി മാറ്റാണ്. യെല്ലോ ആക്കി മാറ്റുന്ന സമയത്ത് ഞാൻ ID ആണ് മാറ്റിയത്. അപ്പോൾ അങ്ങനെ എറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം. യെല്ലോ വാല്യൂ ആണ് മാറ്റേണ്ടത്, വാല്യൂ ഞാൻ യെല്ലോ ആക്കി. യു ലൈക്ക് ടു ഈറ്റ് ബനാന, അപ്പോൾ ആ ഒരു കോഡ് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ പറഞ്ഞു, ജാവാസ്ക്രിപ്റ്റ് കോഡ് പറയുന്ന ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ്, യൂസറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്. അതിനാണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ HTML ജാവാസ്ക്രിപ്റ്റ് കോമ്പിനേഷനിൽ ഒരുപാട് ഇവന്റ്സ് അവൈലബിൾ ആണ്. അതായത് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റ്, അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഇതിന് പറയുന്ന പേരാണ് ക്ലിക്ക് ഇവന്റ്. അപ്പോൾ ക്ലിക്ക് ഇവന്റിന് നമ്മൾ HTML കൊടുക്കുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. നമുക്കൊരു ബട്ടൺ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ വാല്യൂ ഞാൻ ഇവിടുന്ന് ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ എടുത്ത് മാറ്റാണ് ഇൻപുട്ട് ടൈപ്പ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ബട്ടൺ ഇടാണ്. ബട്ടൺ ക്ലാസ് ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടന്റെ ക്ലാസ് ഞാൻ കൊടുക്കുകയാണ്. BTN പ്രൈമറി ബട്ടൺ, ബ്ലൂ ബട്ടൺ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ബട്ടൺ ഞാൻ കൊടുത്തു. അതിൽ പറയുന്ന പേരാണ് ഷോ മീ വാട്ട് ഐ ലൈക്ക്. അതാണ് അതിലുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഒരു ഇൻപുട്ട് ബ്ലാങ്ക് ആണ്, അതിൽ ഷോ മീ വാട്ട് ഐ ലൈക്ക് എന്ന് പറയുന്നത്. ഇൻപുട്ടിന് നമുക്ക് ക്ലാസ് കൊടുത്തില്ല, ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് കൂടെ കൊടുക്കാം. ഫോം കൺട്രോൾ ആണ്, ഫോം വേണമെന്നില്ല. അപ്പോൾ ഒരു ഫോം കൺട്രോൾ ആയി ഒരു വലിയൊരു ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതിന് മാർജിൻ ബോട്ടം ഒരു ഫുൾ ലൈൻ ആണ്, മാർജിൻ ബോട്ടം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് MB3 കൊടുക്കാം. അപ്പം പ്രോപ്പറായിട്ട് ഇൻപുട്ട് വന്നു. ഇവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ കൺസോൾ നേരത്തെ വന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡിലീറ്റ് ഐക്കൺ ഉള്ളത്. ഞാൻ ക്ലിയർ ചെയ്തു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോഡ് അവിടെ നേരത്തെ ഉണ്ട്, യു ഡോണ്ട് ലൈക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന കോഡ് അവിടെ ഉണ്ടല്ലോ. ഈ കോഡ് നമ്മൾ ഫംഗ്ഷനിലല്ല, നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കോഡ് ഇപ്പോൾ വർക്ക് ആവുന്നത്. അത് എൽസ് കണ്ടീഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, കാരണം കളർ അതിൽ വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൽസ് കണ്ടീഷൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു കോഡ് നമ്മളൊരു ഫംഗ്ഷനിലാക്കും. ഫംഗ്ഷൻ ഫൈൻഡ് ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ ഞാൻ ആ കോഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഫംഗ്ഷൻ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത് നോക്കാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വിളിക്കണം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആയതുകൊണ്ട് നമ്മൾ ഓൺ കൂടെ ചേർക്കണം. ഓരോ ഇവന്റിന്റെ കൂടെ ഓൺ എന്ന് പറഞ്ഞ് ചേർക്കുക. ഓൺ ക്ലിക്ക് സ്മോൾ ലെറ്റേഴ്സിലാണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു, എന്നിട്ട് അതിലെന്താ ഏത് ഫംഗ്ഷൻ ആണോ ആ ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്ത് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാന്തസിസ് ഇടണം. ഇതിലേക്ക് എന്തെങ്കിലും പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പാസ് ചെയ്യണം. ഇവിടെ നമുക്കൊന്നും പാസ് ചെയ്യാനില്ല. അപ്പോൾ ഞാനത് റീഫ്രഷ് ചെയ്തു, ഒന്നും ഇൻപുട്ട് ചെയ്തില്ല, ക്ലിക്ക് ചെയ്യാണ്. അപ്പം പറയുന്നത് യു ഡോണ്ട് ലൈക്ക് ഫ്രൂട്ട്സ്, എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ യെല്ലോ എന്ന് പറഞ്ഞ് ഇൻപുട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ലൈക്ക് ടു ഈറ്റ് ബനാന എന്ന് പറഞ്ഞാണ്. ഇങ്ങനെയാണ് ഓരോ ഇവന്റിനനുസരിച്ച് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തത്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഇൻപുട്ടിലാണെങ്കിൽ ഓൺ ചേഞ്ച് കൊടുക്കാം. ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺ കീ അപ്പ്, കീ ഡൗൺ, കീ പ്രസ്, അങ്ങനെയുള്ള ഓരോ ഇവന്റ്സ് ഉണ്ട്. ഓൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് VS കോഡിൽ കാണാൻ പറ്റും. ഓൺ അബൌട്ട്, ഓൺ ബ്ലർ, ഓൺ ക്യാൻ പ്ലേ, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഓൺ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രാഗ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രാഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ മൗസുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റ്സ് ഉണ്ട്. കീബോർഡായിട്ട് ബന്ധപ്പെട്ടത് ആണ് കീ ഡൗൺ, കീ അപ്പ്, കീ പ്രസ് എന്നൊക്കെ പറയുന്നത്. ഫോക്കസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഓൺ ഫോക്കസ്. പിന്നെ ഓൺ മൗസ് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ മൗസ് ഡൗൺ, മൗസ് എൻറ്റർ, മൗസ് ലീവ്, മൗസ് മൂവ്, മൗസ് ഔട്ട്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഓരോ ഇവന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനിൽ നോക്കാം. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡോം ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ നോക്കിയ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓരോ ഐഡിന്റെ വാല്യൂ എന്താണ്, ആട്രിബ്യൂട്ട്, ഓരോ ആട്രിബ്യൂട്ട് ചൂസ് ചെയ്യാൻ പറ്റും. വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടിന്റെ ആട്രിബ്യൂട്ട് ആണല്ലോ, ഇൻപുട്ടിനുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് വാല്യൂ. അത് നമ്മൾ ആക്സസ് ചെയ്ത് ഇതേപോലെ തന്നെ ഇൻപുട്ടിന്റെ ടൈപ്പ് ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു ഇതിന്റെ നേരത്തെ പോലെ എലമെന്റ് ആക്കി മാറ്റി. എന്നിട്ട് ഇതൊക്കെ കോഡ് ബ്ലോക്ക് ചെയ്യാണ്, കമന്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ എലമെന്റ് ആണല്ലോ കളർ എന്ന് പറഞ്ഞ എലമെന്റ്, എന്നിട്ട് അതിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് എലമെന്റ് ഡോട്ട് ടൈപ്പ്, നമുക്ക് ആ ഇൻപുട്ടിന്റെ ടൈപ്പ് എന്താണ് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തത്, ടൈപ്പ് ആട്രിബ്യൂട്ട് ഇവിടെ കൊടുത്തത് ടെക്സ്റ്റ് ആണ്, അത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ കൺസോൾ ലോഗ് എലമെന്റ് ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു. എലമെന്റ് നമുക്ക് എടുത്ത ഒരു വേരിയബിൾ വെച്ച് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ID കളർ, എന്നിട്ട് അതിന്റെ ടൈപ്പ് എന്താണെന്നുള്ള ലോഗ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തു, ബട്ടൺ ക്ലിക്ക് ചെയ്തു, ടൈപ്പ് ടെക്സ്റ്റ് ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ HTML ഏതൊരു നിങ്ങൾ എലമെന്റിന്റെ ഏതൊരു ആട്രിബ്യൂട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുക, ആദ്യം ആ ഒരു ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട്
ഡോട്ട് എന്താണോ ആ ആട്രിബ്യൂട്ടിന്റെ പേര് കൊടുക്കും. ഇനി ഓരോ ഇൻപുട്ടിനും നമുക്കൊരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ആ സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റൈൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. എന്നിട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ നമ്മൾ CSS-ലാവുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ എന്നാണ് കൊടുക്കുക അല്ലേ. പക്ഷെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ നെയിമിംഗ് സ്റ്റാൻഡേർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാമൽ കേസ് അല്ലെങ്കിൽ അണ്ടർസ്കോറും യൂസ് ചെയ്യാൻ പറ്റും. ക്യാമൽ കേസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. അണ്ടർസ്കോറും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ CSS-ന്റെ ഓരോ പ്രോപ്പർട്ടി നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ക്യാമൽ കേസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളറാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലമെന്റ് ഡോട്ട് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കും. അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ പറഞ്ഞു, ഇതേപോലെ നമ്മൾ ഗെറ്റർ ആണ് ഉപയോഗിച്ചാൽ ഇനി സെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സെറ്റ് ചെയ്യണം, മാറ്റാണ് പറയുന്നത് എലമെന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈക്വൽ ടു ആയിട്ട് കൊടുക്കാം. റെഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. റീഫ്രഷ് ചെയ്തു, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റെഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് HTML ഉള്ള ഏതൊരു എലമെന്റിനെയും ആക്സസ് ചെയ്യാനും അതിന്റെ ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സും ആക്സസ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റും. ഇവിടെ വാല്യൂം എനിക്ക് ചേഞ്ച് ചെയ്യാം. വാല്യൂ എന്ന് പറയുന്നത് എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും റെഡ് എന്നാക്കി മാറ്റാം ആ ഒരു വാല്യൂ. അപ്പോൾ റീലോഡ് ചെയ്യാണ്, യെല്ലോ എന്നാണ് എൻ്റർ ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റെഡ് എന്നായിട്ട് മാറുന്നുണ്ട്. ഇനി ഞാനിവിടെ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ്, അതായത് ജാവാസ്ക്രിപ്റ്റ് ഫയലുള്ള എല്ലാ കോഡും ഞാൻ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്തു. ബ്രൗസറിൽ പക്ഷെ ഞാൻ ആ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കാൻ നോക്കാം. റീഫ്രഷ് ചെയ്തു, ഒന്നും സംഭവിക്കുന്നില്ല. ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഫറൻസ് എറർ വന്നു. അൺകോട്ട് റെഫറൻസ് എറർ, ഫൈൻഡ് ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു വേരിയബിളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷനോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എറേഴ്സ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആ ഒരു എറർ എന്നുള്ളത്.